മലപ്പുറം തിരൂർ കൂട്ടായിൽ ഭക്ഷ്യവിഷബാധയേറ്റ ഒരു മരണം. കൊച്ചി ഉദയംപേരൂരിൽ ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറിളക്കവുമായി 60-ലധികം പേർ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ അവണൂരിൽ ഗൃഹനാഥൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 2023 ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതായി വന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും എന്തുകൊണ്ട് നമ്മളിൽ പലർക്കും വൃത്തിഹീനമായ നിലയിലുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു? 6 ലക്ഷത്തോളം റെസ്റ്റോറന്റുകളുള്ള കേരളത്തിൽ വെറും 160 ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ പോസ്റ്റുകളാണുള്ളത്. ഫുഡ് സേഫ്റ്റി ആക്ടിൽ നിന്നും ഒഴിവാക്കപ്പെടാനായി 6 ലക്ഷത്തോളം റെസ്റ്റോറന്റുകളുള്ള കേരളത്തിൽ വെറും 50,000 മാത്രമാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റി ആക്ടിൽ റെസ്റ്റോറന്റുകളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് മാൻഡേറ്ററിലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോസ്റ്റ് കുറയ്ക്കാനായി ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത മൈഗ്രന്റ് ലേബേഴ്സിനെ വെച്ച് റെസ്റ്റോറന്റുകൾ നടത്തുന്നു. കിച്ചൺ വൃത്തിയായി മിനുക്കിയിടുന്നത് മാത്രമല്ല, ഹൈജീൻ പ്രാക്ടീസസ്, ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാനായി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് പ്രാക്ടീസസ് ആണ് കിച്ചൺ യൂട്ടൻസിൽസ് കളർ കോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഫുഡ് സേഫ്റ്റി പ്രോട്ടോകോൾ അനുസരിച്ച് ഡേഞ്ചർ സോൺ എന്നറിയപ്പെടുന്ന ടെമ്പറേച്ചറാണ് 21 to 51 ഡിഗ്രി സെൽഷ്യസ്. മൈക്രോബിയൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ടെമ്പറേച്ചറാണ് മേലെ പറഞ്ഞത്. ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ടെമ്പറേച്ചറുകൾക്ക് മുകളിലോ താഴെയോ സ്റ്റോർ ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് മേലെ പറഞ്ഞ പ്രോട്ടോകോൾസിനെ പറ്റി അറിയാം? ഇനി അറിഞ്ഞാൽ തന്നെ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമ്മളിൽ എത്ര പേര് ഇതിനെപ്പറ്റി പരാതി നൽകും? അഡ്വർടൈസ്മെന്റ് റൂൾസ് അനുസരിച്ച് ഒരു പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്യുന്ന സെലിബ്രിറ്റിക്കെതിരെയും കേസെടുക്കാമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ പെയ്ഡ് കൊളാബറേഷൻ വഴി റെസ്റ്റോറന്റുകളെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മളോട് അവിടെ പോയി കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഫുഡ് വ്ളോഗേഴ്സിന് ഇതിൽ ഒരു അക്കൗണ്ടബിലിറ്റിയും വേണ്ടേ?